നമസ്കാരം. ഈ CBDT സർക്കിൾ നമ്പർ 6/2024 ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു റിലീഫുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. മുൻപ് കഴിഞ്ഞ വർഷം ഒരു സർക്കിൾ ഇറക്കിയിരുന്നു 3/2023. അതുപ്രകാരം 1/7/2020 ശേഷം പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നേരിടുമെന്നാണ് ആ സർക്കിളുണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് TDS റീഫണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ TDS റീഫണ്ട് ലഭിക്കില്ല. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ TDS അത് ലഭിക്കില്ല. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ഓർ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TCS ഓർ TDS കേസുകളിൽ പാനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ ടാക്സ് റേറ്റ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. ഈ കേസുകളിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ TDS കേസുകളിലാണ് കൂടുതലായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് പലപ്പോഴും ഈ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരാണല്ലോ TDS ഡിഡക്റ്റ് ചെയ്യുന്നത്. അവർക്ക് പലപ്പോഴും അറിയില്ല ബയറോ അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ പാന് ഓപ്പറേറ്റീവ് ആണോ ഇന്നോപ്പറേറ്റീവ് ആയിരുന്നോ എന്ന്. അവർ സാധാരണ രീതിയിൽ ജൂലൈയിൽ ഇങ്ങനെ ചെയ്തു പോയി. ജൂലൈ 1 മുതലാണല്ലോ ഈ പുതിയ നിയമം വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർക്കെല്ലാം ഡീഫോൾട്ട് നോട്ടീസ് വന്നു. അതായത് നിങ്ങൾ 1% കട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 20 വേണമായിരുന്നു, അതായത് ഹയർ ടാക്സ് റേറ്റ് വേണമായിരുന്നു എന്നുള്ള കേസുകളിൽ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വളരെ കഷ്ടപ്പെട്ടു പോയി. ഇവർ പലരും അതുകൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു പ്രശ്നം വന്ന കാര്യം. അത് ഗവൺമെൻറ് വളരെ പരിഗണിക്കുകയും അതിന് ശേഷമാണ് ഈ പുതിയ സർക്കിൾ ഇറക്കിയിരിക്കുന്നത്. ഈ സർക്കിൾ പ്രകാരം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ പാൻ ഓപ്പറേറ്റീവ് ആക്കുക. അതിന് ഓപ്പറേറ്റീവ് ആകാൻ സമയം കൊടുത്തിട്ടുണ്ട് 2024 മെയ് 31 വരെ. അതിനുള്ളിൽ നമ്മൾ ഈ പാനും ആധാരം ഓപ്പറേറ്റീവ് ആക്കുകയാണെങ്കിൽ, ലിങ്ക് ആക്കുകയാണെങ്കിൽ ഈ പറയുന്ന കഴിഞ്ഞ ഫിനാൻഷ്യൽ 23-24 ഫിനാൻഷ്യൽ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും പിന്നെ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുകയും റീഫണ്ട് വാങ്ങിക്കുകയും ചെയ്യാം.